ബെസ്റ്റ്. നമ്മൾ ഈ സ്റ്റേജിൻ്റെ എല്ലാ ഇനി ഫങ്ഷൻസ് നോക്കി നിൽക്കുകയാണ്. താങ്ക് യു. നമ്മുടെ ടീസർ ലോഞ്ചാണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ. ഒരു അധികം ഒന്നും സംസാരിക്കുന്നില്ല. വിഷസ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹായ്, എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതിൻ്റെ ടീസർ ലോഞ്ച് കാണാൻ. കാരണം നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. ആശീർവാദിൻ്റെ ഒരു വലിയ ഒരു മാജിക്ക് തന്നെ നമുക്ക് കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു, നിങ്ങളെ പോലെ തന്നെ. താങ്ക് യു സോ മച്ച്. ആൻ്റണിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നിമിഷം, ആൻ്റണിയുടെ ജീവിതത്തിലെ സിനിമാ ജീവിതത്തിലെയും വ്യക്തിപരമായ ജീവിതത്തിലെയും ഒരു നാഴികക്കല്ലാവുന്ന ദിവസത്തിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. ആൻ്റണിക്ക് ഇനിയും ഒരുപാട് നല്ല സിനിമകൾ നിർമ്മിക്കുവാനും ആൻ്റണിയുടെ എല്ലാ ഉദ്യമങ്ങളിലും വിജയിക്കുവാനും ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. 25 വർഷം എന്ന് പറയുന്നത് ഇത്ര എളുപ്പത്തിൽ കടന്നു പോകുന്നത് ഭയങ്കര അതിശയകരമായൊരു അനുഭവമാണ്. കാര്യം ആശീർവാദം ആരംഭിച്ചതും നരസിംഹം തുടങ്ങിയതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, പണ്ടൊക്കെ നമ്മൾ ബാനർ കണ്ടിട്ട് സിനിമകൾ കാണാൻ പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. മഞ്ഞിലാസിൻ്റെ പടം, അല്ലെങ്കിൽ സുപ്രിയയുടെ പടം, ജയമാരുതിയുടെ പടം, അങ്ങനെ പ്രൊഡക്ഷൻ കമ്പനികളുടെ ബാനറുകൾ കണ്ടിട്ട് ആളുകൾ സിനിമയ്ക്ക് തിയേറ്ററിൽ കയറുമായിരുന്നു. ഇന്ന് അതുപോലെ അപൂർവം ബാനറുകളാണ് അവശേഷിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാനറാണ് ആശീർവാദം. അപ്പോൾ ആശീർവാദം എന്ന് പറയുന്നത് എനിക്ക് വളരെ കൂടുതൽ ആത്മബന്ധമുള്ള ഒരു ബാനറാണ്. നിങ്ങൾക്കറിയാം, ഞാൻ കുറേ സിനിമകൾ രസതന്ത്രം മുതൽ ഇനി ചെയ്യാൻ പോകുന്ന ദിവസങ്ങൾക്കുള്ളിൽ ചിത്രീകരണം ആരംഭിക്കുന്ന ഹൃദയപൂർവ്വം വരെയുള്ള കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഹൃദയപൂർവ്വം തന്നെയുള്ള ബന്ധം ആൻ്റണി പെരുമ്പാവൂരായിട്ടും മോഹൻലാലായിട്ടും ഈ ടോട്ടൽ ടീമായിട്ടുണ്ട്. അപ്പോൾ 25-ാം വർഷത്തിൽ എൻ്റെ ഒരു സന്തോഷം, ആശീർവാദിൻ്റെ 25-ാം വർഷത്തെ പടം എനിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതെൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ്. അതിൽ പ്രത്യേകതയുള്ളത്, എൻ്റെ 2 മക്കളും ഇപ്പോൾ സിനിമ ഡയറക്ടേഴ്സായി. അനൂപ് സത്യൻ വരനാവശ്യമുണ്ടെന്നുള്ള സിനിമയും അഖിൽ സത്യൻ കാച്ചു അത്ഭുതം കൊടുക്കുന്നുള്ള സിനിമയും ചെയ്തു. ഇപ്പോൾ ഹൃദയപൂർവ്വം എന്നുള്ള സിനിമ അഖിൽ സത്യൻ്റെ കഥയാണ്. അനൂപ് സത്യൻ എൻ്റെ സഹസംവിധായകനാണ്. സോനു TP എന്ന് പറയുന്ന പുതിയ എഴുത്തുകാരനാണ് അതിൻ്റെ തിരക്കഥ സംഭാഷണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും എല്ലാ അർത്ഥത്തിലും ഒരു കുടുംബചിത്രമായിരിക്കും എന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നത്. എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ആശീർവാദ് സിനിമാസ് പേഴ്സണലി വളരെ അടുത്ത് നിൽക്കുന്ന ഒരുപാട് പേരുടെ സംരംഭമാണ്. 25 കൊല്ലം ഒരു പ്രൊഡക്ഷൻ കമ്പനി നിലനിൽക്കുക എന്നുള്ളത് മഹാത്ഭുതങ്ങളിലൊന്നാണ്. അപ്പോൾ ആ മഹാത്ഭുതം അതിനെ ആഘോഷിക്കാൻ ആണ് നമ്മളെല്ലാം കൂടിയിട്ടുള്ളത്. ഒപ്പം മലയാള സിനിമ ഇന്നേവർ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചിത്രം, അല്ലെങ്കിൽ ഏറ്റവും ഹൈപ്ഡ് ആയിട്ടുള്ള ചിത്രം എന്ന് പറയാവുന്ന എമ്പുരാൻ്റെ ട്രെയിലർ റിലീസിൽ നിങ്ങളെപ്പോലെ ഞാനും കാത്തിരിക്കുന്നു. താങ്ക് യു. നമസ്കാരം. ആശീർവാദിൻ്റെ കൂടെ തുടക്കം എന്ന രീതിയിൽ തന്നെ പറയാം. ആശീർവാദിനോട് തുടങ്ങിയ വെച്ചാൽ അവരുടെ ഇന്നത്തെ ചിന്താവിഷയം മുതലായിരുന്നു ഞാൻ ആശീർവാദിനെ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെ 5 സിനിമകൾക്ക് ഈ ആശീർവാദിനോട് എനിക്ക് സ്വീകരിക്കാൻ പറ്റി. ആശീർവാദിൻ്റെ ഈ 25 വർഷം, ഈ പ്രൊഡക്ഷൻ കമ്പനിയുടെ 25 വർഷം ആഘോഷിക്കുന്നതിന് വലിയൊരു സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്ന വലിയൊരു സന്തോഷം തന്നെ ഇപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ പറ്റിയാലും. എന്തായാലും എമ്പുരാൻ്റെ പറഞ്ഞ പോലെ എമ്പുരാൻ്റെ ട്രെയിലർ കാണുക എന്നുള്ളതും കൂടി എൻ്റെ ഒരു ഭാഗമാണ്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഹാപ്പി.
നമസ്കാരം. ആശീർവാദ് സിനിമാസിൻ്റെ 25ാമത് വാർഷികം ആഘോഷിക്കുമ്പോൾ ഏറ്റവും സന്തോഷത്തോടെ അതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിൽ വലിയ സന്തോഷം പേഴ്സണലി എനിക്കുണ്ട്. 2 സിനിമകൾ ആശീർവാദിനൊപ്പം ചെയ്യാൻ പറ്റി എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ അഭിമാനമാണ്. ആൻ്റണി പെരുമ്പാവൂർ എന്ന ഒരു ഏറ്റവും വെൽ എക്സിക്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർക്കൊപ്പം വർക്ക് ചെയ്യുമ്പോഴാണ് അദ്ദേഹം എത്രത്തോളം ആണ് ഒരു പ്രൊഡക്ഷനെ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓരോ ടെക്നീഷ്യനെയും ഓരോ ആർട്ടിസ്റ്റിനെയും ഏറ്റവും കൃത്യമായി അവർക്ക് വേണ്ട ഫെസിലിറ്റി എന്താണ്, അവരുടെ മുഴുവൻ കാര്യങ്ങളെ ടേക്ക് കെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു പ്രൊഡ്യൂസറാണ്. അത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ആശീർവാദ് സിനിമാസിന് ഒരുപാട് ഗംഭീര സിനിമകൾ മലയാളത്തിൽ നൽകാൻ സാധിക്കട്ടെ. ഒപ്പം എമ്പുരാന് എല്ലാവിധ ആശംസകളും റിപ്പബ്ലിക് ഡേയുടെ എല്ലാ ഗ്രീറ്റിംഗ്സും. താങ്ക് യു സോ മച്ച്. ഹലോ ഒത്തിരി സന്തോഷം ഈ ഒരു ആശീർവാദിൻ്റെ ഇവൻറ്റിന് വരാൻ കഴിഞ്ഞതിൽ. എന്തോ ഭാഗ്യം കൊണ്ട് അവരുടെ കൂടെ ഒരു 2 പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു 25ാം വാർഷികം ആഘോഷിക്കുന്ന ആശീർവാദ് ടീമിന്, പ്രൊഡക്ഷന് എല്ലാവിധ ആശംസകളും. ഇനിയും ഞങ്ങളൊക്കെ വെച്ച് ഒത്തിരി പടങ്ങൾ ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. അനുശ്രീ പറഞ്ഞ പോലെ വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ ഇവിടെ വരാൻ സാധിച്ചത്. ഞാനും ആശീർവാദിൻ്റെ സിനിമയാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. 3 സിനിമ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അങ്ങനെ 25ാം വാർഷികത്തോട് നിൽക്കുന്നു. അതിൻ്റെ ഭാഗമാകാൻ ഇവിടെ വരാൻ സാധിക്കുന്നു. വളരെയധികം സന്തോഷം, നന്ദി അറിയിക്കുന്നു. അനുശ്രീ പറഞ്ഞ പോലെ ഇനിയും ഞങ്ങളെ ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ഞങ്ങളെ വിളിക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. പിന്നെ എമ്പുരാൻ്റെ എന്ന ടീസർ റിലീസാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന പോലെ ഞങ്ങളും വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇന്ന് ലൈവായിട്ട് കാണാൻ പറ്റുന്നതുകൊണ്ട് കുറച്ചും കൂടിയും സന്തോഷമാണ്, എക്സൈറ്റഡ് ആണ്. സോ താങ്ക് യു സോ മച്ച്. ജിത്തു ഷൂട്ടിലാണ്, അതുകൊണ്ട് ജിത്തുവിന് ഇവിടെ വരാൻ പറ്റിയില്ല. ഞാൻ ജിത്തുവിന് പകരം വന്നതാണ്. ആശീർവാദിൻ്റെ ജേർണിയിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. അവരുടെ ഒരു 25 വർഷത്തെ ഒരു സക്സസ്ഫുൾ ജേർണിയുടെ പാർട്ടായി അതിലൊക്കെ ഞങ്ങൾക്കും പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷമുള്ള ഒരു മൊമെൻ്റാണ്. എന്താ വെച്ചാൽ ആശീർവാദിൻ്റെ ആദ്യ സിനിമയായ നരസിംഹത്തിൽ ഒരു വേഷം ചെയ്യാൻ കഴിഞ്ഞ ഭാഗ്യം ചെയ്തൊരു മനുഷ്യനാണ് ഞാൻ. അന്ന് മുതൽ ആശീർവാദിൻ്റെ കൂടെയുണ്ട്. അന്നൊക്കെ എനിക്ക് ഭയങ്കര ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവുന്നപ്പോൾ നമ്മൾ വിളമ്പുന്നില്ല. കാരണം ഞാനും ആനടി ചേട്ടൻ തൊട്ടടുത്ത റൂമിൽ താമസിച്ചിരുന്നതൊക്കെ കുറേ ടെൻഷൻസൊക്കെ ഉണ്ടായിരുന്നു. അഭിനയിക്കാൻ പറ്റുമോ എന്നുള്ളതിൻ്റെയൊക്കെ. അത് കഴിഞ്ഞിട്ട് ആശീർവാദിൻ്റെ ആദ്യ 50 കോടി ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമ എന്നുള്ള ദൃശ്യത്തിലും അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ആശീർവാദിൻ്റെ കൂടെയുള്ള യാത്ര വളരെ മനോഹരമായി നടക്കുന്നു. ആശീർവാദിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഒന്ന്, ആശീർവാദ് സിനിമ 25 വർഷം പൂർത്തിയാക്കുന്നു. ആ 25 വർഷത്തെ യാത്രയിൽ എനിക്കും ആശീർവാദിൻ്റെ കൂടെ പങ്കാളിയാകാൻ സാധിച്ചു എന്നത് ഒരു വലിയ അഭിമാനമായി, ഒരു വലിയ സന്തോഷമായി കരുതുകയാണ്. ആശീർവാദ് നിർമ്മിച്ച കുഞ്ഞാലിമരക്കാർ സിനിമയിലടക്കം ഭാഗമാകാൻ സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മളെല്ലാവരും സിനിമാ പ്രേമികൾ ഒന്നടങ്കം ആകാംക്ഷയോടെ ഈ 2025 കാത്തിരിക്കുന്ന എമ്പുരാൻ സിനിമയുടെ ടീസറും ഇന്നിവിടെ കാണാം എന്നൊരു വലിയൊരു സന്തോഷം കൂടി. എന്തായാലും ആശീർവാദിൻ്റെ ഇനിയും നല്ല നല്ല സിനിമകൾ ആശീർവാദ് മലയാളത്തിനും ഇന്ത്യക്കും വേണ്ടി സംഭാവന നൽകട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും ആശീർവാദിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് സർവ്വവിധ ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ അടുത്ത റിലീസ് എനിക്ക് തോന്നുന്നു എമ്പുരാനാണ്. എമ്പുരാൻ സിനിമയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരിക്കൽ കൂടി ആശീർവാദിൻ്റെ എല്ലാ വളർച്ചയും വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അത്രയധികം സന്തോഷമുണ്ട് ആശീർവാദിൻ്റെ ഈ 25ാം വാർഷിക ദിനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത്. അപ്പോൾ എല്ലാവർക്കും സ്നേഹം, നന്ദി. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുള്ള ഒരു ഈവൻ്റാണിത്. പേഴ്സണലി എനിക്ക് ഒരുപാട് അഭിമാനവും സന്തോഷമുള്ളതാണ്. കാരണം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്
ആശീർവാദ് സിനിമാസ് ആരംഭിക്കുന്നതിന് 8-10 വർഷങ്ങൾക്ക് മുമ്പുള്ള സൗഹൃദമാണ് ആന്റണിയായിട്ടുള്ളത്. അങ്ങനെ ആന്റണി ഒരു സുപ്രഭാതത്തിൽ പ്രൊഡ്യൂസറാവുന്നു. നരസിംഹം ആ സിനിമയിലേക്ക് എനിക്കൊരു വേഷം വന്നതാണ്. സെയിം ടൈമിൽ പുനരധിവാസം എന്നുള്ള സിനിമയിൽ ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയിൽ സെയിം ഡേറ്റ് വന്നുകൊണ്ട് എനിക്ക് നിർഭാഗ്യവശാൽ നരസിംഹം ചെയ്യാൻ സാധിച്ചില്ല. ലാലേട്ടൻ്റെ കൂടെയുള്ള ആദ്യത്തെ അവസരമായിരുന്നു അത്. അങ്ങനെ അതിനൊരു ദുഃഖം എക്കാലത്തും എനിക്കുണ്ട്. പക്ഷെ ആന്റണി മലയാള സിനിമയിൽ വളർന്ന് പന്തലിച്ച് ഇന്ന് എമ്പുരാനിൽ നിൽക്കുകയാണ്. എമ്പുരാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മലയാള സിനിമയുടെ ഒരു ചരിത്രം കുറിക്കാൻ പോകുന്ന സിനിമ തന്നെയായിരിക്കും. അതിനുള്ള പ്രത്യേക ആശംസകൾ ആദ്യം തന്നെ നേരുന്നു. അതോടൊപ്പം ആന്റണിയുടെ ഈ വളർച്ച അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെയും സിനിമയിൽ അദ്ദേഹം കൃത്യതയോടെ ഒരു നിർമ്മാതാവിൻ്റെ വേഷം കെട്ടിയതുകൊണ്ടാണ് ഇത്രയും മികച്ച രീതിയിൽ അദ്ദേഹത്തിന് മുന്നേറി ഇന്നുവരെ എത്താൻ സാധിച്ചെന്ന് വിശ്വസിക്കുന്നു. ആശീർവാദ് സിനിമാസിൻ്റെ 25-ാം വർഷം ആഘോഷിക്കുമ്പോൾ ഒരു സുഹൃത്ത് എന്ന നിലയിലും ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ ഒരുപാട് അഭിമാനവും സന്തോഷമുണ്ട്. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷത്തിലാണ് ആശീർവാദ് പ്രൊഡക്ഷൻ്റെ 25-ാമത്തെ വാർഷികത്തിന് പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ 2ാമത്തെ സിനിമ വെളിപാടിൻ്റെ പുസ്തകം ലാലേട്ടനൊപ്പം അതുപോലെ തന്നെ ജിമിക്കി കമ്മൽ സോങ് എല്ലാം തന്നത് ആശീർവാദാണ്. അപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നതിൽ ഒരുപാട് സന്തോഷം. നമുക്കറിയാം എമ്പുരാൻ്റെ ടീസർ ലോഞ്ചിങ് ആണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും കട്ട വെയിറ്റിംഗ് ആണ് കാണാനായിട്ട്. ആശംസ. താങ്ക് യു. നമസ്കാരം. വർഷങ്ങളായി പരിചയമുള്ള ഒരു സുഹൃത്താണ് ആന്റണി പെരുമ്പാവൂർ. ഒത്തിരി വർഷം. അതുപോലെ ലാൽ സാർ. ഈ രണ്ടുപേരും ഒന്നിച്ച് ചേരുമ്പോൾ പലപ്പോഴും അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് ആ ഒരു കോമ്പിനേഷൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ ആന്റണിയുടെ ആത്മാർത്ഥതയും സത്യസന്ധതയും വിശ്വസ്തതയും എല്ലാം അതിന് വലിയൊരു കാരണമാണ്. നീരിലും അതൊരുപാട് ആവർത്തിക്കും എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. എൻ്റെ എല്ലാ ആശംസകളും ആശീർവാദത്തിൻ്റെ 25-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ അവർക്ക് എല്ലാ മംഗളങ്ങളും ഞാൻ നേരുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ്. ആന്റണി പെരുമ്പാവൂരും ശ്രീ മോഹൻലാലും രണ്ടുപേരും കൂടെ തുടങ്ങിയ ആശീർവാദ് പ്രൊഡക്ഷൻസ് ഈ മൂവി കമ്പനി 25 വർഷം ആഘോഷിക്കുകയാണ്. ആഘോഷത്തിൽ എന്നെയും വിളിച്ചിരിക്കുക. ഈ കമ്പനിയുടെ ഇവിടം സ്വർഗമാണ് എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്ന സിനിമ. അതിനുശേഷം ബ്രോഡാഡി അഭിനയിച്ചു. ഇനി 1-2 സിനിമയുടെ കാര്യങ്ങളോടെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ 25 വർഷം ആഘോഷിക്കുന്ന ഈ നിമിഷത്തിൽ ഈ സന്തോഷത്തിൽ പങ്കുകൊള്ളാനായിട്ട് ഞാനും എത്തിയിരിക്കുകയാണ്. ഈ കമ്പനിക്ക് വീണ്ടും വീണ്ടും വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് വിഷ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഡയറക്ടർമാരിൽ ഒരാളായ രാജു പൃഥ്വിരാജ്, അദ്ദേഹം സംവിധാനം ചെയ്തിറക്കുന്ന ബ്രോഡാഡി കഴിഞ്ഞിട്ടുള്ള സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. എമ്പുരാൻ്റെ ഇന്ന് ടീസറിൻ്റെ റിലീസിങ്ങുമാണ്. ആ സിനിമയ്ക്കും എൻ്റെ ബെസ്റ്റ് വിഷസ് നേരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല സായാഹ്നം നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. താങ്ക് യു. നമസ്കാരം. ഞാൻ നരസിംഹം എന്ന സിനിമയിൽ ഷാജി സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അന്നാണ് ആശീർവാദ് ആദ്യമായി സിനിമാ നിർമ്മാണം തുടങ്ങുന്നത്. ഇന്നിപ്പം 25 വർഷം ആയി നിൽക്കുകയാണ്. ആശീർവാദിൻ്റെ കൂടെ ആൻഷിയുടെ നിർമ്മിച്ച ഇവിടം സ്വർഗമാണെന്നുള്ള സിനിമ എനിക്ക് സംവിധാനം ചെയ്യാൻ സാധിച്ചു. ആ വർഷത്തെ മികച്ച കലാമൂല്യത്തിനുള്ള സ്റ്റേറ്റ് അവാർഡും ആ സിനിമയിലുണ്ടായി. ആൻഷിയേട്ടൻ എന്നെ സംബന്ധിച്ച് എൻ്റെ എല്ലാ നല്ല കാര്യങ്ങളിലും കൂടെയുള്ള ഒരു വ്യക്തിയാണ്. ആശീർവാദിൻ്റെ 25-ാം വർഷത്തിന് എല്ലാ ആശംസകളും.
founder, Mr. Anthony Firstbauer, and Mr. Kumarlal sir, the superstar. My best wishes to Prithviraj sir, and looking for a banger success of Lucifer to Piruppa. Thank you. നമസ്കാരം. എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം. ആശീർവാദ് സിനിമാസിന്റെ 25ാം വാർഷിക ആഘോഷവും ലൈക്ക പ്രൊഡക്ഷൻസിന്റെ മലയാള സിനിമയിലേക്കുള്ള എൻട്രിയും കൂട്ടത്തിൽ എൻ്റെ ഒരു സിനിമയുടെ ടീസർ ലോഞ്ചും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് എത്തിച്ചേർന്നതിൽ ഒരുപാട് നന്ദി. ഒബ്വിയസ്ലി ഇങ്ങനൊരു പരിപാടി നടത്തുന്നതിന്റെ ഉദ്ദേശം തന്നെ ആശീർവാദിന്റെ 25th ആനിവേഴ്സറി, ലൈക്കയുടെ മലയാളം ഡെബ്യൂ, എമ്പുരാൻ എന്ന സിനിമയുടെ ആദ്യത്തെ ഒരു ഗ്ലിംസ് അത് മീഡിയയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനും നിങ്ങളിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാനും വേണ്ടിയാണ്. സോ എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ ബീയിങ് ഹിയർ ആൻഡ് ഐ ഹോപ്പ് യു ലൈക്ക് വാട്ട് യു സീ. താങ്ക് യു. ഹലോ, ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കും വരാൻ സാധിച്ചതിലും എല്ലാവരെയും കാണാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണല്ലോ കേട്ടോ സംസാരിക്കുന്നത്. എനിക്കും ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരാണ് ഇന്നിവിടെയുള്ള എല്ലാവരും. ആശീർവാദ് പ്രൊഡക്ഷൻസ് ആണെങ്കിലും ഈവൻ രാജവങ്ങളാണെങ്കിലും ഒക്കെ ഞാൻ ചെയ്തിരിക്കുന്ന ഒപ്പമായാലും അമർ അക്ബർ ആന്റണി ആയാലും ഒക്കെ എൻ്റെ ലൈഫിൽ എൻ്റെ ഏറ്റവും നല്ല മെമ്മറിയും അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ലക്കുമായിരുന്നു അത്. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ടാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാവർക്കും. താങ്ക് യു. ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. സുഖമല്ലേ? സന്തോഷം. അപ്പോൾ ഇന്ന് ആശീർവാദ് സിനിമാസ് തുടങ്ങിയിട്ട് 25 വർഷമാവുന്നതിൻ്റെ ആഘോഷവും എമ്പുരാൻ്റെ ടീസർ ലോഞ്ചും ഭാഗമായിട്ട് ഞാൻ എക്സൈറ്റഡായിട്ട് വന്നിരിക്കുന്നത്. എനിക്ക് ഈ ലൂസിഫർ എമ്പുരാനിയുടെ സിനിമകളുടെ ഷൂട്ടിൻ്റെ സമയത്തുള്ള കുറേ സമയം എനിക്ക് ആന്റണി ചേട്ടനുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ സമയത്ത് ആശീർവാദ് സിനിമാസിൻ്റെ തുടക്കം മുതൽ ഇതുവരെയുള്ള കുറേ കാര്യങ്ങൾ കേൾക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു 25ാം വർഷം ആഘോഷിക്കുന്നതിന് ഭാഗമാകാൻ സാധിക്കുന്നത് വലിയ സന്തോഷം. ലൂസിഫറിൽ ഭാഗമാകാൻ സാധിച്ചു, ഇപ്പോൾ എമ്പുരാനിൽ ഭാഗമാകാൻ സാധിക്കുന്നു എന്നുള്ളതിലും സന്തോഷം. അപ്പം ഇവിടെ നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിലും സന്തോഷം. ബാക്കി അടുത്ത വേറെ പരിപാടികളൊക്കെ കണ്ടു. താങ്ക് യു. നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട് ഇന്നിങ്ങനെ ഒരു വീട്ടിൽ എത്താൻ പറ്റിയില്ല. ടീച്ചർ കാണുന്നതിൻ്റെ സന്തോഷമുണ്ട്. ആശീർവാദ് സിനിമാസ് 25ാം വർഷമാണ്. എൻ്റെ ഫസ്റ്റ് ഫിലിമിൻ്റെ പ്രൊഡ്യൂസേഴ്സാണ് ആശീർവാദ് ഫിലിംസ് മാനസ്പെഷ്യൽ. കേൾക്കത്തില്ല. താങ്ക് യു സോ മച്ച്. ഹലോ, ഹായ്. ആശീർവാദിൻ്റെ 25th ആനിവേഴ്സറിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരിടുന്നു. ഭയങ്കര സന്തോഷം ഈ ഒരു ഇവൻറ്റിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലും എന്നെ ക്ഷണിച്ചതിലും. താങ്ക് യു. എമ്പുരാൻ, യെസ്. എനിക്ക് തോന്നുന്നു ലൂസിഫർ കഴിഞ്ഞപ്പോൾ ഒരിക്കലും സെക്കൻഡ് പാർട്ടിൽ ഉണ്ടാവും എന്ന് വിചാരിച്ചിരുന്നല്ല. അപ്പോൾ ഇങ്ങനൊരു റോൾ ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു ഇതായിട്ട് ജാൻവിയുടെ ക്യാരക്ടറും വരുന്നുണ്ട് എമ്പുരാനിൽ. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ വരുമ്പോൾ പോയി കാണും. താങ്ക് യു. ആശീർവാദിന്റെ 25ാം വർഷത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്. ഇൻഷാല്ലാഹ്. താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ആശീർവാദ് സിനിമാസിൻ്റെ 25th ഇയർ സെലിബ്രേഷനാണ്. അപ്പം ഞങ്ങൾക്കും ഭാഗ്യം കിട്ടി വർക്ക് ചെയ്യാനായിട്ട്. സോ ഹാപ്പി ഫോർ ഇറ്റ്. അപ്പോൾ ഇനിയും ആസ് എൻ ഓഡിയൻസ് ഇവരുടെ അടുത്ത് നിന്ന് ഒരുപാട് നല്ല നല്ല ചിത്രങ്ങളും ഞാനും പ്രതീക്ഷിക്കുന്നു. കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. എമ്പുരാനെ പറ്റി ഞാൻ പറയാമല്ലോ. എമ്പുരാൻ്റെ എക്സ്പീരിയൻസ് എന്തെങ്കിലും പറയാൻ പറ്റും? എക്സ്പീരിയൻസ് പറയാൻ പറ്റുമോ? അതിനെക്കുറിച്ച് റിലീസിന് ശേഷം പറഞ്ഞാൽ പോരെ? ഇല്ല, പ്രേക്ഷക എന്ന നിലയിൽ ഞാൻ കാത്തിരിക്കുകയാണ്. കാരണം ലാലേട്ടൻ്റെ ചിത്രം
പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്നു. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും എമ്പുരാനിൽ എന്തായിരിക്കും എന്ന് അറിയാനായിട്ട് വളരെയധികം കാത്തിരിക്കുകയാണ്. ഞാൻ എമ്പുരാനിൽ ഇല്ലാതെ കാരണം ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. ലൈക്ക് എനി അതർ ഓഡിയൻസ്. ആശീർവാദിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റി 12th മാൻ എന്ന സിനിമയിൽ. ഞാനും ശിവദേവും ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു. ആൻഡ് ഭയങ്കര പീസ്ഫുള്ളി തീർന്നൊരു സിനിമയായിരുന്നു ഷൂട്ട് ചെയ്ത് തീർന്ന്. ആൻഡ് ഇറ്റ് വാസ് വൺ ഓഫ് ദ മെയിൻ മൂവീസ് ഞാൻ ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ലാലേട്ടൻ സ്റ്റാറിങ് മൂവി ആയിരുന്നു. അത് കാരണം തന്നെ അത് ഭയങ്കര സ്പെഷ്യലായിരുന്നു. ആൻഡ് വിത്ത് ദ എൻറ്റയർ ക്രൂ ഇറ്റ് വാസ് വെരി സ്പെഷ്യൽ. ആൻഡ് ആശീർവാദിൻ്റെ എല്ലാ സിനിമകളും നിങ്ങളെല്ലാവരും പോലെ തന്നെ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എസ്പെഷ്യലി ഫോർ എമ്പുരാൻ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ്. ഒന്ന്, ആശീർവാദ് ഫിലിംസിൻ്റെ നിരവധി സിനിമകളിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ 25 വർഷം പൂർത്തിയാക്കുന്ന ആശീർവാദ് ഫിലിംസിന് എല്ലാ ആശംസകളും നേരാനും കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മറ്റൊരു സന്തോഷം, എമ്പുരാൻ്റെ ടീസറും ഇവിടെ ലോഞ്ച് ചെയ്യുകയാണ്. എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ അഭിനയ ജീവിതത്തിൽ നിങ്ങൾക്കും എനിക്കുമൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്ന് പ്രിയദർശിനിയാണ്. അതിൽ പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകനൊപ്പം, മുരളി ഗോപി എന്ന എഴുത്തുകാരനോടൊപ്പം, ആൻ്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവിനോടൊപ്പം, ഇതിനേക്കാളുപരി നമ്മളെല്ലാവരും ആരാധിക്കുന്ന ബഹുമാനപ്പെട്ട ലാലേട്ടനോടൊപ്പം, ലാലേട്ടൻ്റെ എല്ലാ സിനിമകളിലും എനിക്ക് കിട്ടാറുള്ളത് പോലെ വളരെ ശക്തമായ കഥാപാത്രം ചെയ്യാനുള്ളൊരവസരം കൂടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ യാത്ര വീണ്ടും തുടരുകയാണ് എമ്പുരാനിലൂടെ. അപ്പോൾ അതിൻ്റെ വലിയ സന്തോഷത്തിലാണ് ഞാനും എമ്പുരാൻ ടീമിലുള്ള എല്ലാവരും. അപ്പോൾ അതിൻ്റെ ടീസർ റിലീസ് ചെയ്യുന്ന ഈ ഒരു മുഹൂർത്തവും എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ളതാണ്. നിങ്ങൾക്കെല്ലാവർക്കും ലൂസിഫർ ഇഷ്ടപ്പെട്ടതുപോലെ എമ്പുരാനും ഇഷ്ടപ്പെടും എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. താങ്ക് യു. வணக்கம். I'm Magal Truneni, director of Vidamuyarchi, starring Ajit Kumar Sir. So I'm happy and honored to be here and looking forward to the events of this day. Thank you so much. രണ്ട് ഫംഗ്ഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഒന്ന്, എമ്പുരാൻ എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ റിലീസ്. ലൈക്ക പ്രൊഡക്ഷൻസുമായിട്ട് ചേർന്നിട്ടാണ് ഞങ്ങൾ ആ സിനിമ ചെയ്തിരിക്കുന്നത്. ലൂസിഫർ എന്ന ചിത്രത്തിൻ്റെ വിജയത്തിന് ശേഷം L2 അതിൻ്റെ ഒരു സീക്വലായിട്ട് വേണമെങ്കിൽ വിചാരിക്കാം. ഒരു സിനിമയാണ്. ലൈക്കയുടെ ഒരു പ്രസൻസ് ആദ്യമായിട്ടാണ് മലയാളത്തിലേക്ക് വരുന്നത്. ഇത് ബിഗ് ബഡ്ജറ്റ് ഫിലിമാണ്. ഒരുപാട് വിദേശ രാജ്യങ്ങൾ ഷൂട്ട് ചെയ്ത സിനിമയാണ്. UK, USA, ദുബായിലൊക്കെ രാജ്യം. ആശീർവാദിൻ്റെ 34th ഫിലിമാണ്. അതിൻ്റെ ട്രെയിലർ ലോഞ്ചാണ് എല്ലാ ഭാഷയിലും, മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി. അത് കഴിഞ്ഞാൽ ആശീർവാദ് തുടങ്ങിയിട്ട് 25 വർഷമാകുന്നു. അതൊരു വലിയ നേട്ടമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ നൽകിയ സഹകരണവും പ്രേക്ഷകരുടെ സ്നേഹവും ഒക്കെ തന്നെയാണ് ഈ 25 വർഷത്തെ ഞങ്ങളുടെ യാത്രയ്ക്ക് എനർജി പകർന്നത്. ഒരുപാട് സിനിമകൾ, 34 സിനിമ എടുത്തു. 35ാമത്തെ സിനിമ ഞങ്ങൾ തുടങ്ങുകയാണ് സത്യനന്ദിക്കാൻ്റെ. 25 വർഷം ഒരു നിർമ്മാണ കമ്പനി കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ചാണ്. അതിലുപരി ഒരുപാട് പേർക്ക് നമുക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചു. ഇവർ കോവിഡ് സമയത്ത് പോലും ഞങ്ങൾ ഒരുപാട് 3-4 ചിത്രങ്ങൾ എടുത്തു. OTTക്ക് വേണ്ടിയിട്ടാണ് എടുത്തത്, പക്ഷേ വീട്ടിൽ ഞങ്ങൾ തിയേറ്ററിൽ റിലീസ് ചെയ്തു. പ്രേക്ഷകരുടെയും നിങ്ങളുടെയും സഹായ സഹകരണങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു. ആശീർവാദം ഇനിയും വലിയ വലിയ ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ലൈക്കയ്ക്ക് കേരളത്തിലേക്ക് അല്ലെങ്കിൽ മലയാള സിനിമയിലേക്കുള്ള ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഈ സിനിമ അവർക്കും വളരെ ഗുണകരമായി മാറട്ടെ എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു സായം നേരുന്നു. താങ്ക് യു വെരി മച്ച്.